അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ നിഅമത്തുകളും മരിക്കുവോളം നിലനിൽക്കണം. മരിക്കുന്ന കാലം വരെ നിലനിൽക്കണമെങ്കിൽ ഖുർആനിലെ ഒരു ആയത്ത് ഓതണം. ഓതുവോ? വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് നിർബന്ധമൊന്നും. ഓതുവോ? ഇല്ലേ? വേണോ? വേണ്ടേ? ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ. പോരാ, ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് പറ. ആവശ്യമില്ലാത്ത രാഷ്ട്രീയക്കാരന്മാർക്ക് വേണ്ടി ഇതിനെക്കാളും വിളി വിളിച്ചില്ലേ? ഒരു നല്ല വിളി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ ഭവനമേത അള്ളാഹുവിന്റെ മലക്കുകൾ കാണാൻ വരുന്ന മൂന്നാമത്തെ വീട്. അപ്പൊ ഒരായത്ത് വേണ്ടേ? എന്തൊക്കെ പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. 3-4 കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? സ്വന്തം ഫോൺ നമ്പർ പോലും കാണാതെ അറിയാത്ത ആൾക്കാരോടെ ഞാനിത് ചോദിക്കുന്നത്. എടാ, എല്ലാവർക്കും ഓർമ്മക്കുറവാണ്. എല്ലാവർക്കും ഓർമ്മക്കുറവ്. ആണുങ്ങളൊക്കെ കാലി കിടക്കണ ചെരുപ്പിൽ നോക്കിക്കേ. നിന്റെ കാലി കിടക്കണ ചെരുപ്പിൽ നോക്കു മനുഷ്യന്മാരെ, എല്ലാവരും ആണുങ്ങളൊക്കെ. നിങ്ങളുടെ കാലി നോക്കു മനുഷ്യ, ചെരുപ്പില് കാലി കിടക്കണ ചെരുപ്പിൽ നോക്ക്. നോക്കിയാ ഉണ്ടോന്നല്ല, നോക്ക്. നിറമിൽ കറുത്ത ചെരുപ്പു നീ ധരിക്കല്ലേ, അതിനാലനസിയാൻ വന്നിടും കളിയല്ലേ. എന്താ പറഞ്ഞേ? നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ലേ. കറുത്ത ചെരുപ്പ് ധരിച്ച നിന്റെ ഓർമ്മശക്തി കുറഞ്ഞു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെരുപ്പ് കടക്കാരന്റെ നെഞ്ചത്തടിച്ചതല്ല, അങ്ങനെ ചിന്തിക്കണ്ട. കാലി കിടക്കണ ചെരുപ്പ്, നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കരുത്. സ്കൂളിൽ പോണ മക്കൾക്കൊക്കെ കറുത്ത ഷൂ. ഏത് ഷൂ? കറുത്ത ഷൂ. എന്നിട്ട് അവനോട് പഠിക്കട. എങ്ങനെ പഠിക്കാനാ? എന്തായാലും പേടിച്ച കറുത്ത ചെരുപ്പ് കൊണ്ട് കളയണമെന്നാ. അമ്മച്ചിക്കാരൊക്കെ സുഖമല്ലേ എല്ലാത്തിന്? ഉസ്താദിന്റെ കറുത്ത ചെരുപ്പ്, അത് കാപ്പി പിടിച്ചെരുപ്പാ. നിറമിൽ കറുത്ത ചെരുപ്പ് ധരിക്കരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ബുദ്ധി അല്ലേ? പെണ്ണുങ്ങള് പെണ്ണുങ്ങളുടെ കാര്യം നിങ്ങൾ മൊത്തം പിന്നെ കറുപ്പല്ലേ? കറുത്ത പർദ്ദ തന്നെ ഇട്ടിരിക്കണം. അവന്റെ ചെരുപ്പിന് മാത്രം. നിങ്ങൾ എന്ത് ധരിച്ചാലും സൗന്ദര്യ. നിങ്ങളുടെ കാര്യം, ഞാൻ ആണുങ്ങളുടെ കാര്യം പറഞ്ഞിട്ടാ. അള്ളാഹു ഈമാൻ, അള്ളാഹു ഓർമ്മശക്തി നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഓതുന്ന സൂറത്താണ്. ഈ സൂറത്തിന്റെ അകത്ത് ഒരുപാട് ചരിത്രം അള്ളാഹ് പറയുന്നുണ്ട്. ചരിത്ര പുസ്തകമല്ല ഖുർആൻ. എന്നിട്ടും അള്ളാഹ് ചരിത്രം പറയുന്നു. എന്തിന്? നമുക്ക് പഠിക്കാൻ. അതിനകത്ത് സൂറത്തുൽ കഹ്ഫിന്റെ അകത്ത് 2 ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട് അള്ളാഹ്. എന്താ പറയണേ? ഒരുത്തൻ തന്റെ കൃഷിയിടം, തന്റെ തോട്ടം മുഴുവനും അള്ളാഹുവെ നശിച്ചു പോയപ്പോ മറ്റൊരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ, ഒറ്റ ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നശിക്കൂലായിരുന്നു. ഖുർആൻ എടുത്ത് നോക്കിയാൽ മതി. സൂറത്തുൽ കഹ്ഫ് എടുത്തിട്ട് അതിന്റെ തഫ്സീർ എടുത്ത് നോക്കുമ്പോ പിന്നെ പരിഭാഷകളൊക്കെ ഉണ്ടല്ലോ. ആവശ്യമുള്ള പരിഭാഷയുണ്ട്, നല്ലതുണ്ട്, ചീത്തയുണ്ട്. നല്ലത് നോക്ക്. അപ്പൊ ആ തഫ്സീറിന്റെ അകത്ത് ആ കഥ പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ആ ചരിത്രം, അതിന്റെ വിശദീകരണത്തിൽ മുത്തുനബി പറയുന്നുണ്ട്, ആ ആയത്ത് ആരെങ്കിലും ഓതിയാൽ, നീ കടയിൽ പോകുമ്പോ, കച്ചവടത്തിന് പോകുമ്പോ, വണ്ടി കയറുമ്പോ, സ്കൂളിൽ പോകുമ്പോ, ജോലിക്ക് പോകുമ്പോ, വീടിന്റെ അകത്ത് കയറുമ്പോ, വീടിന് കുറ്റിയടിക്കുമ്പോ, വാലുകാച്ച് നടത്തുമ്പോ, എന്ത് കാര്യത്തിനാണെങ്കിലും ഈ ആയത്ത് നീ ഓതിയ അള്ളാഹു നിലനിർത്തി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതൂലേ? ഏതായത്താ? സൂറത്തുൽ കഹ്ഫില്ല. നെഞ്ചത്തടിക്കണ കാര്യമൊന്നും പറയാതെ സൂറത്തുൽ കഹ്ഫിലെ ഒരായത്ത്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞേ. ഇത് വണ്ടിയുടെ മുന്നിൽ എഴുതി വെക്കാനല്ല. വണ്ടിയുടെ പുറകിലും മുന്നിലും വലിയ കൊട്ടാരം പഴിയുമ്പോ ചുമ്മാ ഒരു മാഷാ അല്ലാഹ്. എന്തിനാ മനുഷ്യ മാഷാ അല്ലാഹ് എഴുതി വെക്കണം? എന്ത് വലിയ വീടും തോന്നാൻ. അങ്ങനല്ല. ചില വീടിന്റെ മുന്നിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി, കൊട്ടാരം പണിതിട്ട് ഹാദാ മിൻ ഫദ്ലി റബ്ബി തബാറക്കല്ലാഹ് സുബ്ഹാനല്ലാഹ്, അങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന് എഴുതണം. സുബ്ഹാനല്ലാഹ്. അത്ഭുതം കാണുമ്പോ ഖുർആൻ എടുത്ത് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതം കണ്ടപ്പോഴൊക്കെ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, ആ വാക്ക് അല്ലാഹു ഉച്ചരിക്കുന്നത് അത്ഭുതകരമായ കാര്യങ്ങൾ. അപ്പൊ വീടിന്റെ മുന്നിൽ മാഷാ അല്ലാഹ് അല്ല സുബ്ഹാനല്ലാഹ്. ഇതെന്ത് വീടാ പഠിച്ചവരെ? കാണുന്നവൻ തോന്നണം
അപ്പോ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് പറഞ്ഞാൽ അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മരിക്കുവോളം നിലനിർത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ ഇറങ്ങി വരുന്ന മൂന്നാമത്തെ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സദക്ക കൊടുക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സദക്ക ചെയ്യുന്ന വീട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞതാണ്. ഒരു വീടിനെ കുറിച്ച് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ ഇറങ്ങിയ ആയത്താണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സ്വഹാബി സദഖ കൊടുത്തപ്പോഴാണ് റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ നാട്ടിൽ അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസ പടച്ചവനെ ഒരാൾ പണിത് കൊടുത്തു. മനോഹരമായ മദ്രസ. നാളെ മുതൽ അതിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ ഈ ഭൂമി വാങ്ങിയതിൽ 5 ലക്ഷം രൂപ കടമാണ്. 5 ലക്ഷം രൂപ കടമാണ്. ആ കടത്തിലാണ് മക്കളിരുന്ന് പഠിക്കുന്നത്. എന്റെ പ്രിയമുള്ളവര്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണേ. അല്ലാഹുവേ, പള്ളിയുടെ കടമാണ്. ഈ മദ്രസയുടെ കടം വീട്ടുന്നതിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുത്താ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്താ? ഇന്ന് കൊടുക്കുമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞാൽ നിങ്ങളുടെ വീട് കാണാൻ ഇന്ന് ഭാര്യയും മക്കളുമായി നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോ കാണുന്നതിന് വേണ്ടി മലക്കുകൾ ഇറങ്ങി വരികയാണ്. മലക്കുകൾ ഇറങ്ങി വരികയാണ്. മലക്കുകൾ ഇറങ്ങി വരികയാണ്. പടച്ചവര് അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ സന്തോഷമാണ്, സമാധാനമാണ്, നല്ല ജീവിതമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ മദ്രസയാണ്. ഇവിടെയാണ് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് എല്ലാ നല്ല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് രാവിലെ ഫാത്തിഹ ഓതുന്നത്. ഇവിടെയാണ് മക്കൾ പിരിയുമ്പോ സ്വലാത്ത് പറയുന്നത്. ഈ അടിസ്ഥാനത്തിൽ നിന്റെ 1 രൂപയുണ്ടോ? ഈ ഭൂമിയിൽ നിന്റെ 1 രൂപയുണ്ടോ? 6 അടി മണ്ണിലേക്ക് മുടങ്ങാതെ ഒഴുകുന്ന ജാരിയായ സദക്കയാ. അതിനേക്കാളും വലിയ ഒരു ബിസിനസ് ഇല്ല. അതിനേക്കാളും വലിയ ഒരു പ്രതിഫലമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എനിക്ക് അല്ലാഹുവേ, എനിക്ക് ഹറാമായ ഒരുത്തന്റെ മുതലും വേണ്ട. നിങ്ങളെ ഞാൻ നിർബന്ധിക്കൂല. കാരണം ഇവിടെ ഇൽമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഹറാമായ പൈസ വേണ്ട, കള്ളുകുടിയന്റെ പൈസ വേണ്ട, പലിശക്കാരന്റെ പൈസ വേണ്ട. ഹലാലായത് മാത്രം മതി. ആ മനസ്സ് തരുന്നവൻ അല്ലാഹുവാ. ാലുള്ള മനസ്സു തരുന്നത് അല്ലാഹുവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, എന്റെ പ്രിയപ്പെട്ടവരോട്, സഹോദരങ്ങളോട്, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ നിങ്ങൾ ഇന്ന് തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പടച്ചവനെ, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ ഈ ജമാഅത്തിന്റെ ഭാരവാഹികളുടെ കയ്യില് ഈ മദ്രസയുടെ കടം വീട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എണ്ണിക്കോ. അല്ലാഹു തരുന്ന പ്രതിഫലം എണ്ണിക്കോ. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. അല്ലാഹു 2 കാര്യമാണ് ചോദിക്കുന്നത്. അത് കൊടുത്താ പ്രതിഫലം സ്വർഗമാണ്. അത് കൊടുത്താ പ്രതിഫലം സ്വർഗമാണ്. 1 ശരീരമാണ്, 2 സമ്പത്താണ്. അല്ലാഹു പറയുകയാ, ആരെങ്കിലും
ആരെങ്കിലും നിങ്ങളുടെ സമ്പാദ്യം എനിക്ക് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പടച്ച റബ്ബ് പറയുകയാ. വേണോ സഹോദരാ? അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് വേണോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ സ്വർഗം കണ്ടിട്ട് മരിക്കണ്ടേ? സ്വർഗം കണ്ടിട്ട് വേണം മരിക്കാൻ. ചിലരുടെ ജനാസ നീ കണ്ടിട്ടുണ്ടല്ലോ, കാണാൻ തന്നെ പേടിയാണ്. കണ്ണ് തെള്ളിയിട്ട് മുഖം കറുത്തിട്ട് വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ചിട്ട് അല്ലാഹുവേ മൃഗങ്ങളെ പോലെ കടന്ന് വലിച്ച് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചു കിടക്കുന്ന എത്രയോ പേരുടെ മയ്യത്ത് കണ്ടവരാ. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹു തരാമെന്ന് പറഞ്ഞത് സ്വർഗമാണ്. വഅബ്സിറൂ ബിൽ ജന്നാ. സ്വർഗം കണ്ടിട്ട് മരിക്കാ. ഒന്നാമത്തെ പ്രതിഫലം സ്വർഗം കണ്ടിട്ട് മരിക്കാ. രണ്ട്, എന്റെ പെങ്ങന്മാരോട് പലരും ചോദിക്കുമല്ലോ, എന്തിനാണ് ഈ വഅദിന് പോയിട്ട് മോതിരമൂരി കൊടുക്കുന്നത്, സ്വർണ്ണമൂരി കൊടുക്കുന്നത്, നിനക്ക് പ്രാന്താണോടി എന്ന് ചോദിക്കുമ്പോ ഉമ്മമാരേ, അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം കേട്ടോ. അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം കേട്ടോ. ആറടി മണ്ണിന്റെ അകത്ത് നിന്നെ കൊണ്ടുപോയി കബറടക്കുമല്ലോ. എല്ലാവരും കൂടെ നിന്നെ കബറിന്റെ അകത്ത് കൊണ്ടുപോയി കുഴിച്ചിടുമല്ലോ. മൂന്നിന്റെ വന്ന് പലക മാറ്റിയാൽ കണ്ണു മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാ. നിന്റെ മനോഹരമായ ചുണ്ടില്ല. ദിവസങ്ങൾ കഴിയുമ്പോ നിന്റെ വയറ് വീർക്കുകയാണ്, ബലൂണ് പൊട്ടുന്നത് പോലെ പൊട്ടുകയാണ്. അവസാനം അല്ലാഹുവേ പുഴുക്കൾ തിന്ന് അല്ലാഹുവേ മണ്ണിലേക്ക് അലിഞ്ഞു പോകുമല്ലോ. നിനക്കൂരിക്കൊടുക്കാൻ കഴിയുവോ? അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊടുത്താൽ ഒന്ന് നല്ല മരണമാണ്, സ്വർഗം കാണാനുള്ള ഭാഗ്യമാണ്. രണ്ട്, പുഴുത്തു നാറാതെ കിടക്കാ, പുഴുത്തു നാറാതെ കബറിന്റെ അകത്ത് കിടക്കാ. നിന്റെ ശരീരം മണ്ണ് തിന്നൂല, നിന്റെ ശരീരം പുഴുക്കൾ തിന്നൂല. മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബിയുടെ ജനാസ കബറിന്റെ അകത്ത് വെച്ചിട്ട് മുത്തുനബി മണ്ണ് വാരിയിട്ട് ഖദീജ ബീബിയുടെ കബറിന്റെ താഴെ വെക്കുമ്പോ സുബ്ഹാനല്ലാഹ് മണ്ണ് തൊടുന്നില്ല. ഖദീജാര മണ്ണ് തൊടുന്നില്ല. മുത്തുനബി അത്ഭുതത്തോടെ കബറിന്റെ അകത്ത് നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ, ഖദീജയെ മണ്ണ് തൊടൂല, ഖദീജയെ മണ്ണ് തൊടൂല. എന്തേ ജിബ്രീൽ? കാരണം എന്തേ ജിബ്രീൽ? ഖദീജ സദഖ കൊടുത്തവളാണ് നബിയേ, ഖദീജ സദഖ കൊടുത്തവളാ. സദഖ കൊടുത്ത ഖദീജയെ മണ്ണ് തിന്നില്ല എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഈ മദ്രസയുടെ കടം വീട്ടുന്നതിന് വേണ്ടി എന്റെ ഉമ്മ പെങ്ങന്മാര് സഹോദരങ്ങള് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുത്താ നിങ്ങളെ മണ്ണ് തിന്നാതെ പുഴുത്തു നാറാതെ കബറിന്റെ അകത്ത് കിടക്കാ. മൂന്നാമത്തെ പ്രതിഫലമെന്ത്? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ കബർ വെട്ടിപ്പൊളിച്ചിട്ട് എല്ലാവരും എഴുന്നേൽക്കുകയാണ്. 6
6 മണ്ണിന്റെ അകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ രൂപത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില്, പിൻകാലത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാ സദഖ കൊടുത്ത ചെറുപ്പക്കാരാ, ആ പരലോകം ഭയാനകമാണടാ. ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വന്തോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. അല്ലാഹുവേ, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന റബ്ബിന്റെ കോടതിയുണ്ടല്ലോ, അള്ളാന്റെ കോടതിയുണ്ടല്ലോ. ആ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാന്റെ പള്ളിക്കും മദ്രസയ്ക്കും നല്ല കാര്യങ്ങൾക്കും വേണ്ടി സദഖ കൊടുത്ത ഉമ്മ, ഇവളുമാരൊക്കെ ഉണ്ടാകും. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എല്ലാം ഉണ്ട്. പ്രായം ചെന്ന് മരണമെടുത്തിട്ട് പോലും ആർക്കും 5 പൈസ കൊടുക്കാതെ, ശരീരം മുഴുവനും ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും കൊടുക്കാതെ ഇട്ടുകൊണ്ട് നടക്കുന്ന പെങ്ങളെ നാളെ റബ്ബിന്റെ കോടതിയില് അല്ലാഹുവേ, മദ്രസയ്ക്ക് കൊടുത്ത പെണ്ണുങ്ങളൊക്കെ പറവയെ പോലെ പറക്കുകയാ. അതാ ആകാശത്തുകൂടെ റബ്ബിന്റെ കോടതിയുടെ മുകളിലൂടെ പറവകളെ പോലെ പറന്ന് 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 സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ റിദ്വാനെന്ന മലക്ക് നിന്നോട് ചോദിക്കുന്നു, നീ ആരാ? ഹൽ റഅയ്തു ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞോ? നീ സിറാത്ത് താണ്ടിയിട്ടാണോ വരുന്നത്? നീ ആരാ? നിനക്ക് എങ്ങനെ ഈ പ്രതിഫലം കിട്ടി? അന്ന് പറയണം, അല്ലാഹുവിന്റെ മദ്രസയുടെ കടം വീട്ടുന്നതിന് വേണ്ടി ഒരു സദഖ കൊടുത്തതിന് അല്ലാഹ് എനിക്ക് തന്ന പ്രതിഫലമാ. അതുകൊണ്ട് പെങ്ങളെ എണ്ണിക്കോ. 1, നീ മരിക്കുന്ന സമയത്ത് ഇന്ന് നിന്റെ വീട് കാണാൻ മലക്ക് വരും, നിനക്ക് സന്തോഷമുള്ള ജീവിതം കിട്ടും. 2, മരിക്കുമ്പോ സ്വർഗം കാണാം. 3, പുഴുത്ത് നാറാതെ കബറി കിടക്കാം. 4, പറവയെ പോലെ പറന്ന് സ്വർഗത്തിൽ പോകാം. 5, വലക്കാകും നളിറത്തം വസുറൂറാ. നിനക്കിതെല്ലാം തന്ന അല്ലാഹനെ കാണാനുള്ള ഭാഗ്യമാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, പാവങ്ങളെ സഹായിക്കാനാണ്, കുറച്ച് പണം വേണം സഹാബാ. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് എടുത്തു കൊണ്ടുവാ സഹാബാ. മുത്തുനബി പറയുമ്പോ മസ്ജിദുൻ നബവിയിൽ നിന്ന് സ്വഹാബത്ത് ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് പൈസ കൊണ്ടുവന്നവരുണ്ട്, അല്ലാഹുവേ തുണി കൊണ്ടുവന്നവരുണ്ട്, ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നവരുണ്ട്, കാരക്ക കൊണ്ടു കൊടുത്തവരുണ്ട്, ഗോതമ്പ് മാവ് കൊണ്ടു കൊടുത്തവരുണ്ട്, ഈന്തപ്പന ഓല കൊണ്ട് നെയ്തിരുന്ന പാ കൊണ്ടുവന്ന് കൊടുത്തവരുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സദഖ ചോദിക്കുമ്പോ സ്വഹാബികൾ ഓടിച്ചെന്നവരുടെ വീടിന്റെ അകത്തിരിക്കുന്നത് എടുത്തുകൊണ്ട് മുത്തുനബിയുടെ മുന്നിലേക്ക് ഓടുകയാണ്. ആ സമയമുണ്ടല്ലോ, ഇബ്നു ഉകൈൽ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. 2 കാലില്ല, വലത് കൈ മാത്രമേ ഉള്ളൂ. വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വീടിന്റെ മുന്നിലൂടെ സദഖയുമായിട്ട് ഓടുകയാണ്. നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല മരണം വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ പറഞ്ഞു, ഞാൻ വെള്ളം കോരിയിട്ട് ഈന്തപ്പന മരങ്ങൾ നനയ്ക്കാം. യഹൂദി കൽബുതമായി, ഇവൻ ഒറ്റ കൈ കൊണ്ട് എങ്ങനെ വെള്ളം കോരാനാണ്? അവിടെ നിന്ന് ജോലി കൊടുത്തു. ഇബ്നു ഉകൈൽ റളിയല്ലാഹു തആല അൻഹു തൊട്ടിയും കയറും കൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നു. വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടിയെടുത്ത് കിണറ്റിലിട്ടു. വെള്ളം നിറഞ്ഞു കഴിയുമ്പോ വലത് കൈ കൊണ്ട് കയറിങ്ങനെ വലിക്കുകയാണ്. വലത് കൈ കൊണ്ട് കയറിങ്ങനെ വലിക്കുകയാണ്.
രണ്ടാമത് വലിക്കാൻ ഇടത് കൈയില്ല. എന്തേ ചെയ്തതെന്നറിയോ? കയറിങ്ങനെ പല്ലിലേക്ക് ചേർത്ത് വെച്ചിട്ട് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു. എന്നിട്ട് വീണ്ടും വെള്ളം വലിക്കും, കടിച്ചു പിടിക്കും. ഇതുപോലെ വെള്ളം മുകളിലെത്തുമ്പോ വാഗുണ്ട് കയറ് കടിച്ചു പിടിച്ചിട്ട് ആ വെള്ളമെടുത്ത് പാത്രത്തിൽ ചരിക്കും, തുടയുടെ മുകളിൽ വെക്കും. നിരങ്ങി നിരങ്ങി ഓരോ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ്. യഹൂദി വീടിന്റെ അകത്ത് കയറിപ്പോയി. അവസാനം കുറെ സമയം കഴിഞ്ഞിട്ട് വീടിന്റെ വെളിയിലേക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ്, കിണറ്റിന്റെ ചുവട്ടിലെ രക്തത്തിന്റെ അടയാളം കാണുകയാ. വെള്ളം കോരുന്ന ഇബ്നു ഉഖൈല തങ്ങളെ കാണുന്നില്ല. യഹൂദി പടച്ചവനെ തെരഞ്ഞു നടക്കുകയാണ്. അവസാന ഈന്തപ്പന തോട്ടത്തിൽ പോയി നോക്കുമ്പോ ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ചിട്ട് ബോധമില്ലാതെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടക്കുകയാ. വായിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്, ശരീരം മുഴുവനും രക്തമാണ്. ഇബ്നു ഉഖൈല തങ്ങളുടെ മുഖത്തേക്ക് യഹൂദി വെള്ളമെടുത്തൊഴിക്കുമ്പോ അവിടുന്ന് ബോധം തിരിച്ചു വന്നപ്പോ യഹൂദി ചോദിക്കുന്നു, എന്തിനാടാ ഇതുപോലെ കടന്ന് കഷ്ടപ്പെടുന്നത്? പൈസയാണ് നിനക്ക് വേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നു, നിനക്ക് ഇത്ര അത്യാവശ്യം എന്തെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ഇബ്നു ഉഖൈല തങ്ങൾ പറഞ്ഞു, യഹൂദിയോട് പറഞ്ഞു, അള്ളാന്റെ റസൂലാ സദക്ക ചോദിച്ചിരിക്കുന്നത്, കൊടുത്താ സ്വർഗമാണ്, കൊടുത്താ സ്വർഗമാണ്, അള്ളാനെ കാണാനുള്ള ഭാഗ്യമാണ്. അതുകൊണ്ട് മുത്തുനബിയുടെ കയ്യിൽ കൊടുക്കാൻ, ആ പാവങ്ങളെ സഹായിക്കാൻ. അതുകൊണ്ട് എന്റെ കൂലി തരുവോ? യഹൂദിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. 4 ദിർഹം എടുത്തിട്ട് കയ്യിൽ വെച്ചു. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ഇബ്നു ഉഖൈല തങ്ങൾ മുത്തുനബിയുടെ മുന്നിലേക്ക് പോകുകയാണ്. പ്രവാചകൻ നോക്കുമ്പോ വായിലൂടെ രക്തമൊലിച്ച് ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ച് ഈ എഴഞ്ഞെടഞ്ഞു വരുന്ന ഇബ്നു ഉഖൈല തങ്ങളെ കണ്ടപ്പോ റസൂലുള്ളാഹി ഇറങ്ങി ഓടുകയാണ്. മുത്തുനബി ഓടിച്ചെന്നു. അവിടുന്ന് ചോദിച്ചു, നിന്നെ ആരാ ഉപദ്രവിച്ചത്? നിനക്കെന്താണ് സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, എന്നെ ആരും ഉപദ്രവിച്ചില്ല നബിയേ, എന്നെ ആരും ഒന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെയാ നിന്റെ ശരീരത്തിൽ രക്തം? ഇതെവിടെ നിന്നാ വന്നത്? യാ റസൂലല്ലാഹ്, യഹൂദിയുടെ തോട്ടത്തിൽ വെള്ളം കോരുമ്പോ എന്റെ വായിൽ നിന്ന് രക്തം വരുന്നത് എങ്ങനെയെന്നറിയുമോ? ഒരു കൈ കൊണ്ട് കയറ് വലിച്ചിട്ട് രണ്ടാമത് വലിക്കാൻ കയറില്ലാതെ കയറ് കടിച്ചു പിടിച്ചിട്ട് എന്റെ നാവും ചുണ്ടും മുറിഞ്ഞു നബിയേ. കയറ് കടിച്ചു പിടിച്ചിട്ട് എന്റെ ചുണ്ടും നാവും മുറിഞ്ഞിട്ട് രക്തം വരുന്നതാ നബിയേ. ഈ ശരീരത്തിലെ രക്തവേദം അറിയൂ. നടക്കാൻ എനിക്ക് കാലില്ലല്ലോ. ഈ തൊടയിൽ വെള്ളം വെച്ചിട്ട് മണ്ണിലൂടെ നിരങ്ങിപ്പോയി എന്റെ തൊടയിലെ തോലൊരിഞ്ഞിട്ട് രക്തം വരുന്നതാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബി ചോദിച്ചു, എന്തിനാ? മുത്തുനബി ചോദിച്ചു, എന്തിനാ? അങ്ങ് സദക്ക ചോദിച്ചില്ലേ നബിയേ? എനിക്കാണെങ്കിൽ അമലുകളില്ല, എന്റെ കയ്യിലെ സ്വർഗത്തിൽ പോകാനൊന്നുമില്ല, ആകെയുള്ളത് 4 ദിർഹമാണ്. എനിക്ക് സ്വർഗത്തിൽ പോകണം, എന്റെ റബ്ബിനെ എനിക്ക് കാണണം, എന്റെ റബ്ബിനെ എനിക്ക് കാണണം. വലക്കാഹും നളറതം വസുറൂറാ, പടച്ചവനെ കാണാനുള്ള ഭാഗ്യമല്ലേ? അവിടുന്ന് മുത്തുനബിയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, നിനക്ക് കാലുണ്ട്, നിനക്ക് കൈയുണ്ട്, നിനക്ക് കണ്ണുണ്ട്, നിനക്ക് വീടുണ്ട്, നിനക്ക് പണമുണ്ട്, അല്ല നിനക്കെല്ലാം വാരിക്കോരി തന്നിട്ടുണ്ട്. ഇനി നിനക്കെന്തേ വേണ്ടത്? അല്ലാഹുവേ, കയ്യും കാലുമില്ലാത്ത സ്വഹാബി പോലും സ്വർഗ്ഗത്തിൽ പോകാൻ എത്ര കഷ്ടപ്പെട്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതിനേക്കാളും വലുത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതുകൊണ്ട് അല്ലാഹ്, മരിക്കുമ്പോ എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കണം. ഉമ്മ, നീ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? വാപ്പാ, നീ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? ഈ സദസ്സിൽ ഇരുന്നിട്ട് നീ പറ, നിന്റെ മോന് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനറിയോ? എത്ര കൊല്ലം കൊണ്ട് നീ കഷ്ടപ്പെടുന്നു? നീ മരിച്ചാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിന്റെ മോൻ അറിയില്ല. അറിയോ ഉമ്മ? നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയോ? നിന്റെ മയ്യത്ത് നിസ്കരിക്കാനുള്ള ധൈര്യം നിന്റെ മകനുണ്ടോ?
പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഇമാമിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദേ നിങ്ങൾ പുറകിൽ നിൽക്ക്, ഞാൻ നിൽക്കാമെന്ന് പറയാ നിന്റെ മോൻ അറിയോ? ഖബറിന്റെ ചാരത്ത് പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോ അടുത്തു വന്ന് നിന്നിട്ട് കാണാതെ തെറ്റാതെ ഒരു യാസീൻ ഓതാനെങ്കിലും നിങ്ങളുടെ മക്കൾക്കറിയോ ഉമ്മാ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ രാവിലെ ഫാത്തിഹ ഓതി എല്ലാ ദിവസവും, പിരിയുമ്പോ 3 സ്വലാത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ ഖബറിലെത്തും. ദുആ ചെയ്യാം. ഹാപ്പിയല്ലേ? ഇവർ സന്തോഷമില്ലാത്ത ദുആ ചെയ്യാം. ശൈത്താനെ ഇറക്കി വിടണ്ടേ? ശൈത്താനെ ഇറക്കി വിടണ്ടേ? ഇറക്കി വിടണോ? എവിടെ ഉള്ള? വീട്ടിൽ ഉള്ളേ? നിന്റെ തലയെ കൂടിയിരിക്കുന്ന ശൈത്താനെ. വീട്ടിൽ കൂടിയത് നമുക്ക് പിന്നെ ഇറക്കാം. ആദ്യം നമ്മുടെ ശരീരത്തിൽ കൂടിയിരിക്കണ ശൈത്താനെ ഇറക്കി വിടണം, എന്നിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറക്കി വിടണ്ടേ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ്. ഓതുവോ? ശൈത്താനെ ഇറക്കി വിടാനുള്ള ആയത്ത് വേണോ? ഹജ്ജിന് പോകാനുള്ള ദിക്റ് വേണോ? ഏത് വേണം? ഏത് വേണം? 2000 രൂപ ചോദിച്ചപ്പോ തരാൻ മടിയല്ലായിരുന്നു. എനിക്ക് രണ്ടും വേണം. അതിന്റെ കടവൊന്ന് വീട്ടിട്ടെ. ഒരു 2000 രൂപ കൊടുക്കാൻ വയ്യ, ഇനി ആ 2.25 മുടക്കിയിട്ട് നീ പോവാൻ നിൽക്കണം ഹജ്ജിന്. കഷ്ടപ്പെടാൻ ആർക്കും വയ്യ. ബോസിന് പോകാനുള്ള വഴികളാ എല്ലാരും നോക്കുന്നത്. ശരി, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് ശൈത്താനെ ഇറക്കി വിടാം. ഓനെ ഇറക്കി വിട്ടാൽ തന്നെ എല്ലാം കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവയോട് പറഞ്ഞു, ഈ കിടക്കുന്ന സദക്കയ്ക്ക് നീ കാവൽ നിൽക്കണം. ജോലി കൊടുത്തു. അങ്ങനെ പാതിരാത്രി ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞിട്ട് കാവല് നിൽക്കുമ്പോ ഒരു പ്രായമുള്ള ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഈ സദക്കയുടെ മുതലും മോട്ടിക്കുക. അബൂ ഹുറൈറ തങ്ങൾ ആ മനുഷ്യനെ പിടിച്ചു. കൊള്ളാലോടാ, മോഷണം നടത്തുന്ന, എന്നെ കൊണ്ടു നബിയുടെ മുന്നിൽ കൊണ്ടുപോവാ, ഇങ്ങോട്ട് വാ. എന്റെ പൊന്ന അബൂ ഹുറൈറ, ഭാര്യയും മക്കളും പട്ടിണിയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഒരു ഗതിയില്ലാത്തത് കൊണ്ട് വന്നതാ. അങ്ങനെ അബൂ ഹുറൈറ തങ്ങൾ വെറുതെ വിട്ടു. പൊക്കോളാൻ പറഞ്ഞു, വെറുതെ വിട്ടു. 2ാമത്തെ ദിവസം രാത്രിയായപ്പോ ഇതേ മനുഷ്യൻ വന്ന് 2ാമത്തെ ദിവസവും മുട്ടിച്ചു. അന്നും പിടിച്ചു. അബൂ ഹുറൈറ മക്കള് വിശന്ന് കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ വന്നതാ. അന്നും വെറുതെ വിട്ടു. ഇനി വരരുത് കേട്ടാ. എന്നാൽ 3ാമത്തെ ദിവസം ഈ മനുഷ്യൻ മുട്ടിക്കാൻ വന്നു. പക്ഷെ അബൂ ഹുറൈറ തങ്ങള് പിടിച്ചു. ഇനി നീ എന്ത് ചെയ്താലും ഞാൻ വിടൂല, എത്ര കരഞ്ഞാലും എന്നാ പറഞ്ഞാലും വിടൂല, നിന്നെ ഞാൻ കൊണ്ടുപോയി ശിക്ഷ വാങ്ങിത്തരും. അപ്പൊ ആ മനുഷ്യന് മനസ്സിലായി ഇനി രക്ഷയില്ല. അപ്പൊ പറഞ്ഞു, അബൂ ഹുറൈറ, ഞാൻ നിനക്കൊരു ഇൽമു പഠിപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നീ ഓതിയ ഇബ്ലീസിന്റെ ശർറു മാറും. നിന്റെ വീട്ടിൽ ഓതിയ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, എല്ലാം ചെയ്യും. ഒറ്റ ആയത്ത്. അപ്പൊ ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം കാരണം ചോദിച്ചറിഞ്ഞിട്ട് അയാളെ വെറുതെ വിട്ടുകളഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോയപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, കള്ളനെ വെറുതെ വിട്ടുവില്ലേ? അപ്പൊ പറഞ്ഞു, നബി ആദ്യത്തെ 2 ദിവസം പോലും ഇങ്ങനെയൊക്കെ പറഞ്ഞു, പാവല്ലേ. 3ാമത്തെ ദിവസം ഞാൻ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പൊ എനിക്കൊരു ഇൽമു പറഞ്ഞു. നബി ചോദിച്ചു, എന്താ പറഞ്ഞെന്ന്? ഇന്നതുപോലെ പറഞ്ഞു. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, അത് ആരാ നിനക്കറിയാവോ? എനിക്കറിയില്ല നബിയെ, അത് ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. ഇബ്ലീസ് ആയിരുന്നു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണ്. അപ്പൊ ഈ ആയത്തോതിയ വീട്ടിൽ നിന്ന് ഇബ്ലീസ് പോകുമെന്ന് ആരാ പറഞ്ഞു തന്നെ? ആരാ പറഞ്ഞ? ഇബ്ലീസ് തന്നെ. അപ്പൊ അവനെ പൂട്ടാനുള്ളത് അവൻ തന്നെ പറഞ്ഞു തന്നിരിക്കുക. അപ്പൊ അതിനേക്കാളും വലിയൊന്നും വേണ്ടല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂല്ലേ? ഒന്ന് കൈപൊക്കി പാസ്സാക്കിക്കേ. അൽഹംദുലില്ലാഹ്. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അറിയോ? ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ
كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഓതല്ലേ ഓതാനുള്ളവരൊക്കെ ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ ഓടിക്കായിരുന്നു. ഈ നാട്ടിൽ നിന്ന് തന്നെ ശൈത്താൻ ഓടും. അള്ളാഹു അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഓതാൻ അറിയാത്തവരും ഉണ്ട്. ആയത്തുൽ കുർസി ഓതാൻ അറിയാത്ത പാപങ്ങളുണ്ട്. അവരെ നമുക്ക് പരിഗണിക്കണം. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് ഓതാൻ അറിയാത്ത എല്ലാവർക്കും അറിയാലോ. അറിയൂലേ? അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്കുക. അറിയാത്ത ഖുൽ ഹുവല്ലാഹു അറിയാത്ത. അപ്പൊ എല്ലാവർക്കും ഓതാൻ അറിയാം ഈ സൂറത്ത്. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സൂറത്ത് മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ 10 പ്രാവശ്യം ഓതുകയാണെങ്കിൽ ഓതുവോ ഇൻഷാ അല്ലാഹ് പറ ഓതുവോ? ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. അല്ലാഹ് നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ വീട് പണി തുടങ്ങല്ലേ? വീട് പണി തുടങ്ങല്ലേ? എവിടെ എവിടെ നമ്മൾ വീടിനെ കുറിച്ചാ പറഞ്ഞ. എവിടെ വീട് പണി? സ്വർഗത്ത്. ഇവിടുത്തെ പ്രമാണം മോന് കൊടുക്കോ? ഇവിടുത്തെ പ്രമാണം പെണ്ണുമ്പിളിക്ക് മക്കൾ കൊടുത്തേരെ. നമുക്ക് അവിടെ തുടങ്ങാം വീട് പണി. ഇന്ന് ഇവിടെ നിന്ന് വീടെത്തുന്നതിന് മുമ്പ് സ്വർഗത്തിൽ വീട് പണി തോണം എല്ലാരും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഹജ്ജിന് പോണോ? ഹജ്ജിന് പോണോ? അതായിട്ട് എന്തിനാ കടം വെക്കണേ? ഹജ്ജിന് പോകാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. തസ്ബീഹ് നിസ്കാരത്തിൽ പറയുന്ന ദിക്ർ ഏതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അറിയണവരൊക്കെ കൈവെക്കുക. അപ്പൊ ഹജ്ജിന് പോവല്ലേ? അതന്നെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്ർ ഒരു പ്രാവശ്യം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒളുവെടുക്കണം. ഒളുവെടുത്തിട്ട് അല്ലാഹുവേ എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് തരണേ എന്ന നിയ്യത്തോടെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കിടക്ക്. ഒന്നീ മക്കത്ത് നിന്നെ കൊണ്ടുപോയിരിക്കും, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരുപാട് അറിവ് ഇന്നത്തെ പ്രസംഗത്തിൽ പഠിച്ചിട്ടുണ്ട്. കേട്ടിട്ട് കളഞ്ഞ അതിനുള്ളത് വേറെ അള്ളത്തെ കിട്ടാ. കേട്ടിട്ട് കളഞ്ഞ പഠിച്ച ഇൽമ അത് കളഞ്ഞാൽ അതിനുള്ള മറുപടി അള്ളാഹ് എടുക്ക പറയേണ്ടി വരും. ജീവിതത്തിൽ നിത്യമാക്ക്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഇതൊന്ന് എഴുതി വെച്ചിട്ട് പറയണല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയാൻ പറഞ്ഞ എനിക്ക് അറിയത്തില്ല. അത് എന്തെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു മുത്തഅല്ലിമാണ്. എന്നെക്കാളും അറിവുള്ളവരും പ്രായമുള്ളവരാണ് കൂടുതൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. എന്തെങ്കിലുമൊക്കെ ചെറുപ്പക്കാരനല്ലേ, ഇത്തിരി BP കൂടുമ്പോ എന്തെങ്കിലുമൊക്കെ എടി പൊടി എന്നൊക്കെ വിളിച്ചു പോകും. അത് എന്തോ നിങ്ങളുടെ നാടിന്റെ ഒരു സംസാരത്തിന്റെ ശൈലിയാ. എന്തെങ്കിലും